വെറുതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടി അത്ര തന്നെ. ആ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര പാവങ്ങൾക്ക് എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്യാം. അത് വെറുതെ നശിപ്പിച്ച് കളയല്ലേ. എന്നിട്ട് എല്ലാവരുടെ അടുത്തും പറയണത് എന്താ, പൊതുജനങ്ങളെ കേൾക്കുന്ന മുഖ്യമന്ത്രിയാണെന്ന്. ഇതാണ് പൊതുജനങ്ങളെ കേൾക്കുന്ന മുഖ്യമന്ത്രി. ഇത്രയും നാറിയ ഒരു മന്ത്രി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി 5 കൊല്ലം കൂടി അവരെന്നെ ഭരിച്ച കേരളം എന്നുള്ള നാടേ ഉണ്ടാവില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭരണകക്ഷിക്കെതിരെ ശക്തമായ പ്രതികരണങ്ങൾ ഉയരുന്നുവെന്ന വിലയിരുത്തലുകൾ ശക്തമാവുകയാണ്. മുഖ്യമന്ത്രി അടക്കം നിരവധി മന്ത്രിമാർ തങ്ങളുടെ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമാണ് നേരിടുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം ശ്രദ്ധേയമാണ്. 10 വർഷം തുടർച്ചയായി അധികാരത്തിൽ തുടരുന്ന സർക്കാരിനെതിരെ സാധാരണ ജനങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്ന ശക്തമായ എതിർപ്പ് ഇപ്പോൾ കൂടുതൽ വ്യക്തമായി പുറത്തേക്ക് വരുന്നതായി വിലയിരുത്തപ്പെടുന്നു. ഗ്രാമീണ മേഖലകളിൽ നിന്ന് നഗരങ്ങളിലേക്ക് വരെ വ്യാപിച്ചിരിക്കുന്ന ഈ പ്രതികരണം തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാവുന്ന പ്രധാന ഘടകമായി കണക്കാക്കപ്പെടുന്നു. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് നുണ പറയുന്നു എന്ന രീതിയിൽ CPM ഉയർത്തുന്ന പ്രചരണം CPMന് തന്നെ തിരിച്ചടിയായി മാറുന്നുവെന്ന് രാഷ്ട്രീയ വിലയിരുത്തലുകളും ഉയരുന്നുണ്ട്. നുണ പറയുന്നത് ആരാണെന്ന് ജനം വിശകലനം ചെയ്യുമ്പോൾ പ്രതിസ്ഥാനത്ത് വരുന്നത് VD സതീശനല്ല, മറിച്ച് ഭരണപക്ഷവും ഭരണപക്ഷത്തുള്ള നേതാക്കളുമാണെന്ന ധാരണയാണ് പൊതുവെ ഉയരുന്നതെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. തൊഴിൽ സാധ്യതകളുടെ കുറവ്, വിലക്കയറ്റം, ക്ഷേമ പദ്ധതികളുടെ കാര്യക്ഷമത, വിവിധ ആരോപണങ്ങൾ ഇവയെല്ലാം ചേർന്നാണ് സർക്കാരിനെതിരെ ജനങ്ങളിൽ സർക്കാർ വിരുദ്ധ തരംഗം ആഞ്ഞു വീശുന്നതെന്ന് പൊതുവായ വിലയിരുത്തൽ. പ്രത്യേകിച്ച് യുവജനങ്ങളും മധ്യവർഗവും ഈ വിഷയങ്ങളിൽ കൂടുതൽ പ്രതികരിക്കുന്ന വിഭാഗങ്ങളായി മാറിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തെയും അദ്ദേഹത്തിന്റെ ഭാഷാ പ്രയോഗങ്ങളെയും ഭരണശൈലിയെയും കുറിച്ച് ഉയരുന്ന വിമർശനങ്ങളും രാഷ്ട്രീയ സാഹചര്യത്തെ കൂടുതൽ കടുപ്പിക്കുന്നതായി കണക്കാക്കുന്നു. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം ഇത്തവണ കുറവാണെന്ന വിലയിരുത്തലും വിവിധ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്വന്തം മണ്ഡലങ്ങളിൽ പോലും ശക്തമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഉറച്ച മണ്ഡലങ്ങൾ ആണെങ്കിലും മുൻ തെരഞ്ഞെടുപ്പുകളിലേതുപോലെ എളുപ്പത്തിൽ വിജയം ഉറപ്പിക്കാമെന്ന സാഹചര്യം ഇത്തവണ ഇല്ലെന്നാണ് നിരീക്ഷണം. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഒരു ശക്തമായ ഭരണവിരുദ്ധ തരംഗം രൂപപ്പെട്ടിരിക്കുന്നുവെന്നതാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം. പൊതുയോഗങ്ങളിലെയും പ്രാദേശിക രാഷ്ട്രീയ ചർച്ചകളിലെയും പ്രതികരണങ്ങൾ ഇതിന് സൂചന നൽകുന്നതായി വിലയിരുത്തപ്പെടുന്നു. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് നിലവിലെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന വിലയിരുത്തലായിരിക്കും. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് CPMനെയും സർക്കാരിനെയും കാത്തിരിക്കുന്നത്. അതിനാൽ തന്നെ സംസ്ഥാനത്തിന്റെ ഭാവി രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പായി ഇത് മാറുമെന്നാണ് കണക്കുകൂട്ടലുകൾ.